ഹായ് ഫ്രണ്ട്സ്, ഫൈനൽ എപ്പിസോഡ്. ഹീറോയിനെ വീട്ടിലിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ ഉപ്പക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദീദിക്ക് മാരേജ് കഴിച്ച് ഇത് ശരിയില്ല, ഹസ്ബൻഡ് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്നിരുന്നായിരുന്നു. ഉപ്പ എന്ത് ചെയ്ത് ഇവളെ രണ്ടാമത്തെ മാരേജ് ചെയ്യിപ്പിക്കാന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഹീറോയ്ക്ക് മാരേജായി കുട്ടികളുണ്ട്. ഹീറോയിന് പാപ്പങ്ക തിരിഞ്ഞു ഹീറോയിൻ്റെ വീട്ടിൽ പോയില്ല. അത് എവിടെയാണെന്ന് അറിയില്ല. ഹീറോയ്ക്ക് ബേബീസ് എല്ലാം ഉണ്ടായിരുന്നു. വഴക്കുണ്ടാക്കി, ചേട്ടാ എൻ്റെ താത്ത എൻ്റെ ഐസ്ക്രീം നീ ഒന്ന് കഴിക്കണ്ടടാ ഇത് തല്ലുണ്ടാക്കാൻ തുടങ്ങി. രണ്ട് കൂടെ ഇവിടെ തല്ലാക്കുക, ബാക്കി രണ്ട് അവിടെ പിടിച്ച് തല്ല നമുക്ക്. രണ്ട് ഗേൾ ബേബി, രണ്ട് ബോയ്. തല്ല് തന്നെ. ഒരിക്കലും കൈ കൊട്ടിയുണ്ട്, ഇങ്ങനെ കൈ കൊട്ടിയുണ്ടുണ്ട് കുഞ്ഞി. ചെറിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന കുട്ടി കൈ കൊട്ടിയിട്ട് ഇതിൽ കണ്ട് ജോലി കൈ കൊട്ടിയോണ്ടുണ്ട്. ഹീറോയ്ക്ക് ടെൻഷനായി. ഹീറോയ്ക്ക് വന്നിട്ട് ഇതെന്താ ഇവിടെ നടക്കുന്നത്, നിങ്ങൾ ഉപ്പോണ്ട് ജങ്കുക്ക് എന്ന് വെച്ചണം. ഹീറോ ഓടി വന്നപ്പോൾ എന്ത് പറ്റും ബേബി? ഇവിടെ എന്താ നടക്കുന്നത്? അത് ഹീറോ മുറയ്ക്കാൻ തുടങ്ങി. ഒരു പ്രസവത്തിൽ എനിക്ക് 4 കിടക്ക് വന്നു. എന്ത് ചെയ്യാം, എന്ത് കഷ്ടം എനിക്ക് ആയി. അതെ, ഫസ്റ്റ് 4 ബേബീസാണ്. 4 ബേബീസിക്ക് ഇപ്പോൾ 6 വയസ്സായി. ഹീറോ ടെൻഷനിൽ ജങ്കുക്ക് മുറയ്ക്കാൻ തുടങ്ങി. ഇല്ല, ഞാൻ നോക്കിക്കോളാം. എന്താടാ അവിടെ നടക്കുന്നത്? ഡാഡി, എൻ്റെ ബനാന ജ്യൂസ് കഴിച്ചു. ഡാഡി, എൻ്റെ ബനാന ജ്യൂസ് കഴിച്ചു. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ പ്രശ്നം? ഡാഡി, എൻ്റെ കേക്ക് കഴിച്ചു. ഇവളും എൻ്റെ കേക്ക് കഴിച്ചു. ജാങ്കുക്ക് ടെൻഷൻ. 2 പേരും വായി മുടുന്നില്ലേ? ഓർഡർ ചെയ്തു, എന്താ 2 പേര് വെച്ചോ. ആവോ കുഞ്ഞി വാ, ഞാൻ കുട്ടി ചെയ്ത് കുട്ടി ഞങ്ങൾക്ക് കുറിച്ച് കൊഞ്ചാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഇവരെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോ അവിടെ നിന്ന് പോയി. ഹീറോ ഇപ്പോൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തിലാണ് ഉള്ളത്. ഹീറോയ്ക്ക് കോൾ വന്നു. ഹീറോയ്ക്ക് ഹലോ, എന്ത് പറ്റി ദീദി? എൻ്റെ മോളെ സുഖം. എനിക്ക് മാരേജ്. എന്താ മാരേജാണോ? അതെ, മാരേജാണ്. നീ വാ മാരേജ്. ദീദി, ഞാൻ പറഞ്ഞേക്ക് ബാപ്പ സമ്മതിക്കല മാരേജിക്ക് വരാൻ. ഇല്ല, ബാപ്പ വിളിച്ചതുകൊണ്ട് മാരേജിക്ക്. കണ്ടിട്ട് നീ വാ. ജങ്കുക്കിനോട് പറഞ്ഞു. ജങ്കുക്ക് പറഞ്ഞു, ഞാനൊന്നും വരുന്നില്ല, പ്ലീസ് നീ വാ. ശരി, ഓക്കെ, നിനക്ക് വേണ്ടി പറ. വേറെ എന്തെങ്കിലും പാപ്പ പറഞ്ഞാൽ ഞാൻ അവിടുന്ന് വരും എന്ന് ജങ്കുക്കും നിർത്തിയിട്ട് പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ ജങ്കുക്ക് ഇന്ത്യക്ക് വന്നു. അങ്ങനെയായിട്ട് നോർമലായിട്ട് ബോയ് ഇങ്ങനെ ഒന്നുമില്ല, ഫുൾ മേക്കപ്പ് ചെയ്ത്. എങ്ങനെ കാതിൽ ഹെയർ അതൊന്നുമില്ല, അതെല്ലാം അഴിച്ചു വെച്ചു. ഫുൾ മേക്കപ്പ് ചെയ്ത് ഒരു മുസ്ലിം മതി ലുക്കായിട്ട് ജങ്കുക്ക് വന്നു. അങ്ങനെ അതുപോലെ ജങ്കുക്ക് പറയാൻ തുടങ്ങി. ശരി, ഓക്കെ. അങ്ങനെ ബേബീനെ എടുത്തുകൊണ്ട് ജങ്കുക്ക് വന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്നു ഹീറോയിൻ്റെ ദീദിക്ക്. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. എല്ലാവരും പറഞ്ഞു, ചെറുക്കൻ നല്ല ചന്തം ഉണ്ടല്ലോ നിങ്ങളെ ചെറിയ മോക്ക് മാരേജ് അയച്ചത്. അങ്ങനെ പറയായിരുന്നു, നിങ്ങൾ വേഗം മാരേജ് അയച്ചതാ അങ്ങനെ പറഞ്ഞു. നല്ല ചെക്കനാണല്ലോ അപ്പം എന്നെല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഓക്കെ. ഹീറോയിനെ ഒന്നും അറിയില്ലായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു. കുറച്ച് ദിവസം ഹീറോയിൻ ജോലിയായി സംസാരിക്കാൻ ഹീറോയിനെ ഉപ്പ സമ്മതിച്ചു. ഹാപ്പി എൻഡിങ്.